കേരള മനസാക്ഷിയെ ഞെട്ടിച്ച അട്ടപ്പാടി മധു വധക്കേസിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 12 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കേസിൽ ഒന്നാം പ്രതിയായ ഹുസൈനെ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. മധുവിന് നീതി ലഭിക്കാൻ ഒപ്പം നിന്നതിന് കേരള സമൂഹത്തിന് നന്ദിയെന്ന് അമ്മയും സഹോദരിയും പ്രതികരിച്ചു. ഇതേമാതിരി ലോക ജനങ്ങൾ ഇങ്ങനെ എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഇത്ര ആയത്. പിന്നെ ഒറ്റയ്ക്ക് എന്നുകൊണ്ട് സാധിക്കില്ല. എല്ലാ സാറുമാരും പോയിട്ട് എല്ലാവരും സഹായം ഉണ്ടായിരുന്നു. സർക്കാർ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും അവരങ്ങനെ മുന്നിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്തോ വെച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയാൻ പറ്റുക. അല്ലാതെ ഒറ്റയ്ക്ക് എന്നെക്കൊന്നും കയറാൻ പറ്റില്ല. ആദ്യം തന്നെ ഞാൻ എൻ്റെ കേരള സമൂഹത്തോട് തന്നെ ഞാൻ നന്ദി പറയുകയാണ്. കാരണം നമുക്ക് ഈ 12 പേർക്ക് ജീവപര്യന്തം മേടിച്ചെടുക്കാൻ നമ്മുടെ വക്കീലന്മാരും എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു. നമ്മുടെ കേരള ജനത നമുക്കൊപ്പം നിന്നു. എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ മധു എത്രത്തോളം വേദന അനുഭവിച്ചു എല്ലാം നമ്മുടെ ഈ കേരള സമൂഹം കണ്ടതാണ്. ഇപ്പോൾ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹം മൊത്തം അതിനെതിരെ പറയാൻ തുടങ്ങി. ഞാൻ എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു. അട്ടപ്പാടി മുക്കാലിയിൽ ആൾക്കൂട്ടമർദ്ദനമേറ്റ് മധു എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിൽ 12 പ്രതികൾക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കി ഉയർത്തി. 2 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. പ്രതികൾക്കുമേൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കുറ്റം കൂടി ചുമത്തിയാണ് ശിക്ഷ ഉയർത്തിയത്. 16-ാം പ്രതി മുനീറിന് 1 വർഷം തടവ് നൽകിയിട്ടുണ്ട്. 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപയുമാണ് നേരത്തെ വിചാരണ കോടതി പ്രതികൾക്ക് വിധിച്ചിരുന്നത്. 16-ാം പ്രതി മുനീറിന് 3 മാസം തടവ് മാത്രമേ വിധിച്ചിരുന്നുള്ളൂ. ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടു. മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒന്നാം പ്രതി ഹുസൈനെ കോടതി വെറുതെ വിട്ടത്. ഒന്നാം പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതിയുടെ നടപടി തെറ്റായ സന്ദേശം നൽകുമെന്ന് മധുവിന്റെ കുടുംബത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ വിധി ആശ്വാസകരമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മികച്ച സന്ദേശമാണ്. ഒന്നാം പ്രതിയെ വെറുതെ വിടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സമൂഹത്തിന് മോശപ്പെട്ട ഒരു സന്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 12 പേർക്ക് 3 ജീവപര്യന്തം കൊടുത്തത് വഴി മറ്റൊരു സന്ദേശം കൂടി ഈ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പരിഷ്കൃത സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായതുകൊണ്ട് വിക്ടിം അപ്പീലിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നാണ്. ഒന്നാം പ്രതി മധു എന്ന് പറയുന്ന നിരാലംബനായ പ്രതികരിക്കാൻ കഴിയാത്ത ആളെ ആഞ്ഞു ചവിട്ടുന്നത്. പക്ഷേ ഈ ആഞ്ഞു ചവിട്ടുന്നത് ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായതുകൊണ്ട് അത് നമുക്കും കാണാൻ പറ്റില്ല, ആർക്കും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 10 ആളെ കൂട്ടി അതിൻ്റെ നടുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഒരാളെ ചവിട്ടി കൊല്ലാം എന്നാണ് യഥാർത്ഥത്തിൽ ഈ കോടതിയുടെ വിധിയിൽ വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കറിയാം ഒന്നാം പ്രതി ചവിട്ടിയിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടെ വക്കീലിനറിയാം ചവിട്ടിയിട്ടുണ്ടെന്ന്. നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയാം ചവിട്ടിയിട്ടുണ്ട്. പക്ഷേ ആർക്കും കാണാൻ പറ്റില്ല. പിന്നെ ചവിട്ടി എന്ന് പറയുന്ന 3 സാക്ഷികളുണ്ടായിരുന്നു. 3 സാക്ഷികളുടെ ടെസ്റ്റിമോണിയൽ എവിഡൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചില്ല. അതിൽ വളരെ വ്യക്തമായിട്ടുള്ള എതിരഭിപ്രായമാണ് ഹൈക്കോടതിയിലുള്ളത്. കാരണം എന്താ, സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ഒന്നാം പ്രതിയെ ശിക്ഷിക്കാമായിരുന്നു. ഇത് പ്രോസിക്യൂഷൻ്റെ വിജയമാണ്. ട്രയൽ ജഡ്ജ് 7 ഇയർ മാത്രം ഇംപ്രിസൺമെൻറ്റ് കൊടുത്ത കേസിൽ 304 പാർട്ട് 2 ഇവിടെ അത് 304 പാർട്ട് 2 കൺവിക്റ്റ് ചെയ്യുകയും റെഡ് വിത്ത് 325 SC/ST ആക്ട് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തിരിച്ചടിയല്ല, അത് ഇതിൽ നിർണായകമായത് എല്ലാ വിറ്റ്നസ്സസും ഇതിൻ്റെ അകത്ത് ഹോസ്റ്റലായി പോവുകയാണ് ചെയ്തത്. കൂറുമാറി അത് സ്വാധീനം കൊണ്ടോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത് മിക്കവാറും ഭൂരിപക്ഷം പ്രോസിക്യൂഷൻ വിറ്റ്നസ്സസും ഇതിൽ ഹോസ്റ്റലായി. പക്ഷേ അവിടെയെല്ലാം പ്രോസിക്യൂഷനെ സഹായിച്ചത് നിർണായകമായി മാറിയത് ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് എവിഡൻസസാണ്. മെഡിക്കൽ എവിഡൻസും പ്രധാനമായിട്ടും ഇലക്ട്രോണിക് എവിഡൻസസും. പക്ഷേ ഈ A1-ൻ്റെ കാര്യത്തിൽ ഈ ഇലക്ട്രോണിക് എവിഡൻസ് വീക്കായിരുന്നു. പ്രോസിക്യൂഷൻ വിറ്റ്നസ്സും ഹോസ്റ്റലായിരുന്നു. അതാണ് A1-നെ അക്യൂട്ട് ചെയ്തത്. കേസിലെ മറ്റു പ്രതികളായ മരക്കാർ, ഷംസുദ്ദീൻ, രാധാകൃഷ്ണൻ, അബൂബക്കർ, സിദ്ദിഖ്, ഉബൈദ്,
നജീബ്, ജൈജുമോൻ, സജീവ്, സതീഷ്, ഹരീഷ്, ബിജു എന്നിവരെയാണ് ജീവപര്യന്തം തടവിന് ഹൈക്കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. 4-ാം പ്രതിയെയും 11-ാം പ്രതിയെയും വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. മധുവിന്റെ കുടുംബവും പ്രതികളും നൽകിയ അപ്പീൽ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.